ധനം ബിസിനസ് മീഡിയയുടെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. ദേശീയ തലത്തിലേക്ക് വന്നാൽ വിവാദമായ ലാറ്ററൽ എൻട്രി വിജ്ഞാപനം റദ്ദാക്കാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഉന്നത പദവികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നിയമനം നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷത്തിനൊപ്പം ഭരണമുന്നണി എംപിമാരും രംഗത്ത് വന്നതിനെ തുടർന്നാണ് തീരുമാനം. 24 മന്ത്രാലയങ്ങളിലെ ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർ തുടങ്ങി 45 തസ്തികകളിലേക്കാണ് UPSC നേരിട്ടുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചത്. കുരങ്ങ് വസൂരി ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് പടരുന്നുണ്ട്. എംപോക്സ് അഥവാ കുരങ്ങ് വസൂരി ഇനിയെങ്ങാൻ കോവിഡ് പോലൊരു മഹാമാരി ആകുമോ എന്ന ആശങ്കയും ഒപ്പം പടരുന്നുണ്ട്. അതിൽ കഴമ്പില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. കുരങ്ങ് വസൂരി എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അധികൃതർക്ക് ബോധ്യമുണ്ട്. അത് ആശ്വാസകരമാണ് എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. വൻകിട കാർ നിർമ്മാതാക്കൾ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ്. മെഴ്സിഡസ് ബെൻസ് 150 കോടി രൂപ നിക്ഷേപിക്കാൻ പോകുന്നു. ആസ്റ്റർ മാർട്ടിന് പുതിയ ഡീലർഷിപ്പ് വരുന്നു. ലംബോർഗിനിയും ഓഡിയും വ്യാപാര മേഖല വ്യാപിപ്പിക്കാൻ തുനിയുകയാണ്. ലക്ഷറി വാഹനങ്ങളുടെ ആഗോള നിർമ്മാതാക്കൾ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് എത്തി നോക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കണ്ണ് 40 വയസ്സിൽ താഴെയുള്ള ഇന്ത്യൻ യുവാക്കളിലാണ്. കഴിഞ്ഞ വർഷം ബംഗളൂരു നഗരത്തിൽ ലക്ഷറി വാഹനങ്ങളുടെ വിൽപ്പനയിൽ 35% വളർച്ച ഉണ്ടായി എന്ന് കൂട്ടിച്ചേർക്കാം. തുടർച്ചയായി ഉയർന്നുകൊണ്ടിരുന്ന സ്വർണ്ണവില ഇന്ന് ലേശം കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് വില 6660 രൂപയിലെത്തി. പവന്റെ നിരക്ക് 53,280 രൂപയാണ്. മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു ഇന്ന് ഓഹരി വിപണിയിൽ. ബാങ്ക്, IT ഓഹരികളിൽ മുന്നേറ്റം, മിഡ് ക്യാപ് ഓഹരികൾ തിളങ്ങി. കേരള ഓഹരികളിൽ ജിയോജിത്തിനും AVTയ്ക്കും മുന്നേറ്റം. കൂട്ടത്തിൽ മറ്റൊരു വാർത്തയുമുണ്ട്. വിദേശ നിക്ഷേപകരുടെ കളി പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ആഭ്യന്തര നിക്ഷേപകരുടെ എണ്ണം ക്രമമായി വർദ്ധിക്കുന്നതിലൂടെ ഇന്ത്യൻ ഓഹരി വിപണി സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുന്നതിന്റെ തെളിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശീയ നിക്ഷേപകരുടെ എണ്ണം സർവകാല റെക്കോർഡിലാണ്. അതേസമയം വിദേശ നിക്ഷേപകർ 12 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ. പ്രൈം ഡാറ്റാബേസിന്റെ റിപ്പോർട്ടാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അടുത്ത ഏതാനും മാസങ്ങൾക്കകം വിദേശ സ്ഥാപന നിക്ഷേപകരെ ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ കടത്തിവെട്ടുമെന്നാണ് പ്രവചനം.